ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നമ്മൾ എവിടെയോ വഴിതെറ്റിപ്പോയിട്ടുണ്ടോ? പാപങ്ങൾ ചെയ്തും അനാവശ്യ കാര്യങ്ങളിൽ മുഴുകിയും നമ്മുടെ മനസ്സ് കടുത്തുപോയോ? എങ്കിൽ ഇതാ അള്ളാഹുവിൻ്റെ കാരുണ്യം പെയ്തിറങ്ങുന്ന റമളാൻ വീണ്ടും വന്നെത്തിയിരിക്കുന്നു. ഇത് വെറും ഒരു മാസമല്ല, ഇത് നമ്മുടെ ആത്മാവിനെ കഴുകി വെളുപ്പിക്കാനുള്ള അവസരമാണ്. പലപ്പോഴും റമളാൻ എന്നാൽ പകൽ സമയത്തെ പട്ടിണിയും വൈകുന്നേരത്തെ വിഭവസമൃദ്ധമായ ഭക്ഷണവുമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ റമളാൻ വയറിനുള്ള വിശ്രമമല്ല, അത് ആത്മാവിനുള്ള പോഷണമാണ്. നമ്മുടെ കണ്ണുകൾ കാണുന്നതിനും കാതുകൾ കേൾക്കുന്നതിനും നാവ് സംസാരിക്കുന്നതിനും ഒരു നോമ്പുണ്ട്. ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പഠിക്കാത്ത ഒരാളുടെ നോമ്പ് വെറും പട്ടിണി മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം പെയ്തിറങ്ങുന്ന മാസമാണിത്. പിശാചുകൾ ചങ്ങലയ്ക്കൽ ബന്ധിക്കപ്പെട്ട ഈ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിനെ പിടിച്ചുകെട്ടാൻ നമുക്ക് എളുപ്പമാണ്. ഒരു പുതിയ മനുഷ്യനായി മാറാനുള്ള റീസെറ്റ് ബട്ടനാണ് ഈ 30 ദിവസങ്ങൾ. ചിന്തിച്ചു നോക്കൂ, കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്ര പേർ ഇന്ന് മണ്ണടിഞ്ഞു പോയി? ഈ റമളാൻ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമളാൻ ആണെങ്കിലോ? എങ്കിൽ എത്രത്തോളം ഗൗരവത്തോടെ നമ്മൾ ഇതിനെ സമീപിക്കണം. പ്രിയ സുഹൃത്തുക്കളെ, ഈ റമളാൻ വെറുതെ വന്നു പോകാൻ അനുവദിക്കരുത്. ഓരോ നോമ്പും അവസാനത്തേതാണെന്ന ബോധ്യത്തോടെ എടുക്കുക. അള്ളാഹുവിലേക്കടുക്കാൻ ഇതിലും നല്ലൊരു സമയം ഇനി ലഭിച്ചെന്നു വരില്ല. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ റമളാനിനെ നീ അനുഗ്രഹീതമാക്കണമേ. ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണമേ. ആമീൻ. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ ദുആയിൽ ഈ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.